ഗായ്സ്, സമയം 6:30 ഞങ്ങൾ ഇന്നും ട്രിപ്പ് പോവാണ്. അമ്മയുടെ പപ്പായുടെ പെങ്ങളുടെ മോൻ്റെ വീട്ടിൽ ആര്യങ്കാവിലാണ് ഞങ്ങൾ പോകുന്നത്. ഞങ്ങളിങ്ങനെ പോയപ്പോൾ തെന്മല ചെക്ക് ഡാം കണ്ടു. അവിടെ ഇറങ്ങി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് പിന്നെ ആ കാണുന്ന സ്റ്റെപ്പ് വഴി ഞാൻ ഇങ്ങനെ കയറി പോകാൻ തല കറങ്ങുന്നുണ്ട്. പിന്നെ വീഡിയോ എടുക്കുകയാണല്ലോ എന്ന് കരുതി ഞാനിങ്ങനെ പോവുകയാണ് ഗായ്സ്. മേളിൽ പപ്പായും ചേട്ടനും നിൽപ്പുണ്ട്. അവരെ ഒന്ന് പേടിപ്പിക്കാൻ പോയതാ. പക്ഷേ ഗായ്സ് അവരെന്നെ കണ്ടു. പിന്നെ പപ്പ ഞാൻ അവിടെ നിന്ന് വരുമ്പോൾ പറയാം ഹലോ ഗായ്സ് എന്നൊക്കെയാണ് പപ്പ പറയുന്നത്. അവിടെ മേളിൽ നിന്ന് കാണാൻ അടിപൊളി വൈബാണ്. പിന്നെ മമ്മിയും ജീന ചേച്ചിയും ശിബുങ്ങളും അവിടെ നിൽപ്പുണ്ട്. ജീന ചേച്ചി പിന്നെ ചിരിച്ച് കാണിക്കുന്നു. ശിബുങ്ങൾ സ്റ്റൈലാന്നൊക്കെ പറഞ്ഞ് അവിടെ നിൽപ്പുണ്ട്. പിന്നെ ഞങ്ങൾ ചെക്ക് ഡാമൊക്കെ കണ്ട് ഞങ്ങൾ ഇറങ്ങി. പിന്നെ വന്നപ്പോൾ മേളിൽ കൂടെ ഒക്കെ ട്രെയിൻ പോകുന്നതാണ്. റെയിൽവേ പാളമാണ്, ട്രെയിനൊക്കെ പോകുന്നതാണ്. പിന്നെ ഞങ്ങൾ കുറച്ചുകൂടെ ദൂരം ചെന്ന് അവിടെ നിർത്തിയായിരുന്നു. അപ്പോൾ ഒരു ചേട്ടൻ വന്നിട്ട് ഞങ്ങൾക്ക് മാങ്ങ തന്നായിരുന്നു. ആ ചേച്ചി തിന്നുന്നത്. പിന്നെ ഞങ്ങൾ വീടെത്തി. ആ അങ്കിളിൻ്റെ മോളുടെ വീടാണിത്. പിന്നെ ഞാനിങ്ങനെ കുറച്ച് വിശ്രമിക്കുകയാണ്. ചേട്ടനും ശിവങ്ങളും അവിടെ നിൽപ്പുണ്ട്. പിന്നെ ചേച്ചി ചായം കൊണ്ട് വരുന്നു. ആദ്യം ഒരു ചായം കൊണ്ട് വന്നതാണ്, പിന്നെ രണ്ടാമത് ചായം കൊണ്ട് വരുന്നു. അപ്പോൾ എൻ്റെ ചേച്ചിയും ശിവങ്ങളും ചേട്ടനോട് ചോദിക്കുക പിന്നെയും ചായയോ? പിന്നെ അവിടെ ഒരു പൂച്ചയുണ്ട്. ആ ശിവങ്ങൾ ആ പൂച്ച ഓടിച്ചു വിട്ടപ്പോൾ ആ പൂച്ച വേറൊരു പൂച്ചയും കൊണ്ട് വന്നു. പിന്നെ സോനുവിനെ കണ്ടപ്പോൾ ആ 2 പൂച്ചയും പേടിച്ചോടിപ്പോയി ഗൈസ്. പിന്നെ ഞാനിങ്ങനെ അതുവഴി ഇതുവരെയെല്ലാം ഓടിച്ചാടി നടക്കുകയാണ്. പിന്നെ ആ സ്റ്റെപ്പേ കയറുന്നു. ഞാൻ ഇങ്ങനെ സ്ലോ മോഷനിൽ ഞാൻ കയറുന്നു. പിന്നെ ഞാൻ ഇറങ്ങുന്നു. എനിക്ക് എന്നാ പറ്റിയെന്ന് അറിയത്തില്ല ഗൈസ്, വട്ടായെന്ന് തോന്നുന്നു. ഞാൻ ഇങ്ങനെ ഇറങ്ങി വന്നപ്പോഴത്തേക്ക് അവിടെ ശിബുങ്ങൾ ചാമ്പയ്ക്കൊക്കെ പറിച്ച് വെച്ചു. പക്ഷേ ഗൈസ് ഫുൾ പുഴുവായിക്കൊണ്ട് ഞങ്ങൾ ജാതയ്ക്ക പറിച്ച് തിന്നു. പിന്നെ ജാതയ്ക്ക് തിന്നപ്പോഴത്തേക്ക് 2 പേർക്ക് എന്തോ പറ്റി. അവരുടെ പട്ടിഷോ കാണാൻ വയ്യാത്തതുകൊണ്ട് ഞാൻ അടുക്കളയിലോട്ട് ഓടി ഗൈസ്. അവിടെ ചെന്നപ്പോഴത്തേക്ക് ജീന ചേച്ചി കാടയിറച്ചിയൊക്കെ വറക്കുകയാണ്. നല്ല ടേസ്റ്റാന്ന് തോന്നുന്നു, നല്ല ടേസ്റ്റാണ് കാടയിറച്ചി. പിന്നെ ചേച്ചിയുടെ കുറേ എക്സ്പ്രഷൻസൊക്കെ കണ്ട് ഞാനവിടെ ഇരിക്കുമായിരുന്നു. പിന്നെ എല്ലാവരും കഴിക്കാനൊക്കെ വന്നിരുന്നു. രസമുണ്ട്, പച്ചടിയുണ്ട്, എൻ്റെ പിങ്ക് കറിയാണത്. പിന്നെ കുറേ കപ്പയുണ്ട്, കുറേ സംഭവമുണ്ട്. അമ്മ എല്ലാവർക്കും സെർവ് ചെയ്യുന്നു, ചേച്ചിയും സെർവ് ചെയ്യുന്നു. പിന്നെ കഴിച്ചാൽ അങ്ങനെയപ്പോൾ അവർ ചക്കച്ചോളമൊക്കെ അരിയാൻ പോകുന്നു. ഞങ്ങൾക്ക് ഒരു ജോലി ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ 4 പേരൂടെ വെളിയിൽ പോയി നിൽക്കുമായിരുന്നു. അപ്പോൾ പപ്പയുടെ ഫാഷൻ ഷോ ആയിരുന്നു ഗൈസ് അവിടെ. പിന്നെ ഞാൻ ഉറങ്ങി, പിന്നെ പപ്പായും ഉറങ്ങി. പിന്നെ ഞങ്ങൾ അങ്കിളിൻ്റെ വീട്ടിലോട്ട് പോയി. അത് ഫുള്ളൊരു ഫോറസ്റ്റാണ്. ഞങ്ങൾ കാടിനകത്തോട്ടാണ് പോയത്. നല്ല ഫോറസ്റ്റ്. പുള്ളി ഫോറസ്റ്റ് ഓഫീസറായിരുന്നു, ഇപ്പോൾ റിട്ടയറായി. ഞങ്ങൾ ഫോറസ്റ്റിനകത്തൂടെ പോവുകയാണ്. അവിടെ നെറ്റൊന്നും കിട്ടത്തില്ല. ഇവിടെ ആനയൊക്കെ വന്ന് വെള്ളം കുടിക്കാറുണ്ട്. പിന്നെ എൻ്റെ ഒരു ഫേവറേറ്റ് പ്ലേസാണ് ഇത്. സമാധാനം കിട്ടും, പീസ്ഫുൾ. പിന്നെ അവരോടൊട്ട് യാത്രയൊക്കെ പറഞ്ഞ് അവർക്ക് വിഷമമായി, ഞങ്ങൾക്കും വിഷമമായി, സങ്കടമൊക്കെ ആയി. മമ്മി ഇടയ്ക്കിടയ്ക്ക് തിരിഞ്ഞൊക്കെ നോക്കുമായിരുന്നു ഗൈസ്. പിന്നെ ഞങ്ങൾ പോവുകയാണ്. പിന്നെ ചേട്ടൻ അവിടെ ഭയങ്കര തുള്ളലാണ് ഗൈസ്. അപ്പോൾ ഗൈസ് ഇത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ, സീ യു.